വള്ളസദ്യ വിവാദം ദേവസ്വം വരുമാനം നിലയ്ക്കുമോ? ആറന്മുള വള്ളസദ്യ വിവാദത്തിനു പിന്നാലെ അടുത്ത വർഷം മുതൽ വഴിപാട് സദ്യ മാത്രമേ നടത്തുകയുള്ളൂവെന്നും പെയ്ഡ് സദ്യ നിർത്തലാക്കുമെന്നും പള്ളിയോട സേവാ സംഘം. ഈ തീരുമാനം നടപ്പിലായാൽ ദേവസ്വം ബോർഡിന്റെ വരുമാന നഷ്ടം ലക്ഷങ്ങളാകും. പാരമ്പര്യമായി നടന്നുവരുന്ന വള്ളസദ്യ വഴിപാടിന് പള്ളിയോടങ്ങൾ അനിവാര്യവുമാണെന്നിരിക്കെ പുതിയ വിവാദങ്ങൾ ദേവസ്വം ബോർഡിനെ ദോഷകരമായി ബാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വഴിപാട് സദ്യ നടന്നു വന്നത് അതത് കരകളിലും വീടുകളിലുമാണ്. പള്ളിയോട സേവാ സംഘം നിലവിൽ വന്നതിനു ശേഷമാണ് ആറന്മുള ക്ഷേത്രം കേന്ദ്രീകരിച്ച് വഴിപാട് സദ്യ നടത്താൻ ആരംഭിച്ചത്. ഇതോടെ ക്ഷേത്ര വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. വള്ളസദ്യ വഴിപാട് സാധാരണക്കാർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ KSRTCയുമായി സഹകരിച്ച് വള്ളസദ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തി 250 രൂപ നിരക്കിൽ ക്ഷേത്രത്തിനു പുറത്ത് പെയ്ഡ് സദ്യയായി സേവാസംഘം നൽകി വന്നിരുന്നു. ഇതേ മാതൃകയിൽ ക്ഷേത്രത്തിനുള്ളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ കൂപ്പൺ ഉപയോഗിച്ച് ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്താനുള്ള പരസ്യം നൽകിയതാണ് വിവാദത്തിനിടയാക്കിയിരിക്കുന്നത്. പള്ളിയോട സംഘം KSRTCയുമായി നടത്തുന്ന അതേ മാതൃകയിൽ ഒരു വള്ളസദ്യ ദേവസ്വം ബോർഡുമായി നടത്താൻ ധാരണയായത്. അത് KSRTCയും പള്ളിയോട സംഘവും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മാതൃകയിൽ തന്നെയാണ് ദേവസ്വം ബോർഡും പള്ളിയോട സംഘവും തമ്മിൽ ചെയ്യാമെന്ന് ധാരണയായത്. അന്ന് പള്ളിയോട സംഘത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ധാരണയായിട്ടാണ് പോയത്. ഞായറാഴ്ച മാത്രം ദേവസ്വം ബോർഡ് സദ്യ നടത്തുന്നത് പള്ളിയുടെ സംഘവുമായി ചേർന്നായിരിക്കണം. പള്ളിയുടെ സംഘമാണ് ഞങ്ങൾക്ക് സദ്യ നടത്തി തരുന്നത്. അങ്ങനെ ധാരണയായിട്ടാണ് പോയത്. പിന്നെ ഇതിന്റെ പുറകിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഒരു കാരണവശാലും ഞങ്ങൾ നടത്തിയിട്ടില്ല, നടത്തുകയുമില്ല. ക്ഷേത്രത്തിനു വെളിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രത്യേക പാഞ്ചേനി ഓഡിറ്റോറിയത്തിൽ മാത്രമാണ് നടക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക അപേക്ഷ തന്നതനുസരിച്ചാണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. അതും ഇനി ഭാവിയിൽ നടത്തേണ്ടെന്ന് ഇന്ന് പള്ളിയോട സേവാ സംഘത്തിന്റെ പൊതുയോഗം തീരുമാനിച്ചിട്ടുണ്ട്. പെയ്ഡ് സദ്യ ഉൾപ്പെടെയുള്ള നിർത്തുകയും വഴിപാട് വള്ളസദ്യകൾ മാത്രമായിട്ട് അടുത്ത കൊല്ലം മുതൽ ഞങ്ങൾ ചുരുക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. പൂർണ്ണമായി പെയ്ഡ് സദ്യയും അതുപോലെ KSRTCയുടെ സദ്യയും ഞങ്ങൾ നിർത്തുകയാണ്. ഞങ്ങൾക്ക് വരുമാനമല്ല പ്രധാനം, ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ പാരമ്പര്യവുമാണ്. പള്ളിയോടവും വഴിപാടുകാരുമില്ലാതെ ക്ഷേത്രത്തിനുള്ളിൽ 250 രൂപ കൂപ്പൺ ഉപയോഗിച്ച് നടത്തുന്ന പെയ്ഡ് സദ്യ എങ്ങനെ വഴിപാട് സദ്യ ആകുമെന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡ് എന്തുത്തരമാണ് നൽകുക? ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.